സിഗ്നൽ ഫ്ലോ ഗ്രാഫിലെ പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. ഈ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ നിന്നും ഈ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് CFS/RFS. നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ നിന്നും ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? മാസൺസ് ഗെയിൻ ഫോർമുലയാണ്. അപ്പോൾ മാസൺസ് ഗെയിൻ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ച് സർട്ടൻ സ്റ്റെപ്സ് നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് മാസൺസ് ഗെയിൻ ഫോർമുല ഉപയോഗിച്ച് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട് നോക്കണം. അതായത് ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് എത്താൻ എത്ര പാത്ത് ഉണ്ട് നോക്കണം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും രണ്ട് ഫോർവേഡ് പാത്താണ് കാണാൻ കഴിയുന്നത്. ഒരു ഫോർവേഡ് പാത്ത് ഇവിടുന്ന് വരും, RFS സ്റ്റാർട്ട് ചെയ്തു, ഈ വഴി നേരെ ഒരു ഫോർവേഡ് പാത്ത്, ഇങ്ങനെ ഒരു ഫോർവേഡ് പാത്ത് വരും. പിന്നെ എന്ത് കിട്ടും? നമുക്ക് ഇവിടെ വന്ന് നേരതാ ഇതിന് മുകളിലൂടെ G4ൽ കയറി ഇങ്ങനെ എന്ത് ചെയ്യുന്നു, രണ്ട് ഫോർവേഡ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഫോർവേഡ് പാത്താണുള്ളത്. അതിൽ ഫസ്റ്റത്തെ ഫോർവേഡ് പാത്താണ് എന്ത് ഈ കാണുന്നത്. രണ്ടാമത്തെ ഫോർവേഡ് പാത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണെന്ത് രണ്ടാമത്തെ ഫോർവേഡ് പാത്ത്. ഈ രണ്ട് ഫോർവേഡ് പാത്തിൻ്റെയും ഗെയിൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഫോർവേഡ് പാത്തിൻ്റെ ഗെയിൻ ഞാൻ P1 എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ P1 = ഗെയിൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഓരോ ബ്രാഞ്ചിന് മുകളിലെ എന്ത് ചെയ്താൽ മതി, ഗെയിൻ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 1 × G1 × G2 × G3 × 1. ദാറ്റ് ഈസ് എന്ത് കിട്ടും നിങ്ങൾക്ക്? G1 G2 G3. ഇതാണ് P1 = എന്ത് വന്നു, G1 G2 G3. നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ ഫോർവേഡ് പാത്ത് വരയ്ക്കുന്നു. ആ ഫോർവേഡ് പാത്തിൻ്റെ ബ്രാഞ്ചിനുള്ള ഗെയിൻ നോക്കും. ദാറ്റ് ഈസ് 1 × G4 × എന്ത് വരും, 1 വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, G4. അപ്പം അതിൻ്റെ ഫോർവേഡ് പാത്തിൻ്റെ ഗെയിൻ നമ്മൾ എന്തെടുത്തു, P2 എന്നെടുത്തു. അപ്പോൾ നമ്മൾ രണ്ട് ഏതൊക്കെയാണ് ഫോർവേഡ് പാത്ത് ഉണ്ടെങ്കിൽ ഫോർവേഡ് പാത്ത് കണ്ടുപിടിക്കാം. ആ ഫോർവേഡ് പാത്തിന് എന്ത് ചെയ്യുക, ഗെയിനും കണ്ടുപിടിക്കാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ സിഗ്നൽ ഫ്ലോ ഗ്രാഫിലുള്ള ഇൻഡിവിജ്വൽ ലൂപ്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ലൂപ്പിന് എന്ത് ചെയ്യുക, ഗെയിന് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എത്ര ലൂപ്പുണ്ട്? ഇവിടെ നമുക്ക് കാണാൻ പറ്റും രണ്ട് ലൂപ്പാണ് ഇതിൽ വരുന്നത്. ഒന്ന് എന്താണ്, ഈ ലൂപ്പാണ്. ദാറ്റ് ഈസ് G2 വരുന്നു അല്ലേ. അതായത് നമുക്കറിയാം ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ നോഡിൽ തന്നെ എന്ത് ചെയ്യണം, എൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഒരു ലൂപ്പ് കാണാൻ പറ്റും. ദാറ്റ് ഈസ് G2 - H1 അല്ലേ. അതേപോലെ തന്നെ രണ്ടാമത്തെ ലൂപ്പ് ഏതാണ്, G3 - H2. അപ്പോൾ ഇവിടെ രണ്ട് ലൂപ്പുള്ളൂ. ഇവിടെ ലൂപ്പ് ഉണ്ടോ? ഇല്ല, കാര്യം ഈ ഡയറക്ഷൻ ഏറോ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. സോ ഇവിടെ രണ്ട് ലൂപ്പുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ആ രണ്ട് ലൂപ്പ് നമ്മൾ എഴുതുക, ലൂപ്പിൻ്റെ ഗെയിൻ കണ്ടുപിടിക്കുക. സോ ഇവിടെ രണ്ട് ലൂപ്പാണ്, ഒന്ന് G2 - H1 പിന്നെ G3 - H2. അപ്പോൾ ആദ്യത്തിൻ്റെ ലൂപ്പ് 1 ഫസ്റ്റ് ഈ ലൂപ്പ് ഞാൻ L1 എടുത്തു. സോ ലൂപ്പ് 1ൻ്റെ ഗെയിൻ എന്താ വരിക, ജസ്റ്റ് മൾട്ടിപ്ലൈ G2 × -H1 ദാറ്റ് ഈസ് -G2 × H1. രണ്ടാമത്തെ ലൂപ്പ് എന്തെടുത്തു, L2 എന്നെടുത്തു. സോ ഇതിൻ്റെ ഗെയിൻ എന്ത് ചെയ്യും, G3 × -H2 ദാറ്റ് ഈസ് എന്ത് വരും, -G3 എന്ത് വരും, H2 വരും. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ ഫോർവേഡ് പാത്ത് കണ്ടുപിടിച്ചു, രണ്ടാമത് നമ്മൾ എന്ത് കിട്ടിയോ, ലൂപ്സ് കണ്ടുപിടിച്ചു, അതിൻ്റെ ഗെയിൻ നമ്മളെന്ത് കണ്ടുപിടിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ടോ നോക്കണം. അതാണ് നമ്മൾ ആക്ച്വലി അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നിങ്ങൾക്കറിയാം ഈ രണ്ട് ലൂപ്പ് എന്താണ്, ടച്ചിങ് ആണ്. ഇത് നോൺ ടച്ചിങ് അല്ല. അതായത് ഈ ഒരു നോഡിനെ ഈ രണ്ട് ലൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ടച്ച് ചെയ്യുന്നുണ്ട്. അത് ഈ രണ്ട് ലൂപ്പ് എന്താണ്, ടച്ചിങ് ലൂപ്സ് ആണ്. സോ നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് അങ്ങനെ ഒരു കേസിലാത്തതിനും കൊണ്ട് നമുക്കത് ഒഴിവാക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഡെൽറ്റ കണ്ടുപിടിക്കണം. ഡെൽറ്റയും അതേപോലെ തന്നെ ഡെൽറ്റ കെയും കണ്ടുപിടിക്കണം. ഇതിനാണ് മാസൺസ് ഗെയിൻ ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡെൽറ്റയും ഡെൽറ്റ കെയും കണ്ടുപിടിക്കണം. അപ്പം ഫസ്റ്റ് നമുക്കൊരു ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ടി അതായത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, മാസൺസ് ഗെയിൻ ഫോർമുല അനുസരിച്ചിട്ട് T = 1/Δ K Pk ഡെൽറ്റ കെ. ഒരു ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 1 - സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ പ്ലസ് സം ഓഫ് ഗെയിൻ പ്രൊഡക്ട്സ് ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്സ് മൈനസ് സം ഓഫ് 3 നോൺ ടച്ചിങ് ലൂപ്സ്. അങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത് നമുക്കറിയാം. ഇവിടെ നോക്കുക ഫസ്റ്റത്തെ അല്ലേ, ഇവിടെ ഡെൽറ്റ = 1 - സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ. ഇവിടെ എന്താണ്, ഒരു ഇൻഡിവിജ്വൽ ലൂപ്പ് മാത്രമേ ഉള്ളൂ. ഇവിടെ സം ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്സോ സം ഓഫ് 3 നോൺ ടച്ചിങ് ലൂപ്സോ ഒന്നും വരുന്നില്ല. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, 1 - സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് മാത്രമേ വരുന്നുള്ളൂ. സോ 1 - ഇവിടെ രണ്ട്
ഇൻഡിവിജ്വൽ ലൂപ്പാണുള്ളത്. ആ രണ്ട് ലൂപ്പും നമ്മൾ എഴുതുന്നു, അതിൻ്റെ സം ചെയ്യുന്നു. ദാറ്റ് ഈസ് L1 പ്ലസ് L2. അപ്പോൾ L1 L2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 1 മൈനസ് L1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മളിവിടെ കണ്ടുപിടിച്ചാണ്. L1 എന്ന് പറഞ്ഞാൽ മൈനസ് G2H1, L2 എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് G3H2. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ 1 മൈനസ് മൈനസ് എന്തായി മാറും, പ്ലസ് ആയി മാറും. സോ 1 പ്ലസ് G2H1 മൈനസ് മൈനസ് എന്തായി മാറും, പ്ലസ് ആയി മാറും. ദാറ്റ് ഈസ് പ്ലസ് G3H2. അപ്പോൾ നിങ്ങൾക്ക് ഡെൽറ്റ എസികൾ എന്ത് കിട്ടും, 1 പ്ലസ് G2H1 പ്ലസ് G3H2 എന്ന് കിട്ടും. ഇനി നോക്കുക, നമുക്ക് അടുത്ത് കണ്ടുപിടിക്കണം എന്താണ്, ഡെൽറ്റ കെ കണ്ടുപിടിക്കണം. ഡെൽറ്റ കെ എന്ന് പറഞ്ഞാൽ കെ ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക, എത്ര ഫോർവേഡ് പാത്ത് ഉണ്ടോ അത്രയാണെന്ത് കെൻ്റെ വാല്യൂ. അപ്പോൾ ഈ കേസിൽ 2 ഫോർവേഡ് പാത്താണുള്ളത്. സോ കെൻ്റെ വാല്യൂ എന്ത് വരും, 2 വരും. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇപ്പം കെ 2 ആണെങ്കിൽ ഡെൽറ്റ കെ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ 1ഉം ഡെൽറ്റ 2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ കെ 3 ഉണ്ടെങ്കിൽ ഡെൽറ്റ 1, ഡെൽറ്റ 2, ഡെൽറ്റ 3 കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 2 ഫോർവേഡ് പാത്തുള്ളൂ. സോ കെൻ്റെ വാല്യൂ 2 ആണ്. സോ ഡെൽറ്റ 1ഉം ഡെൽറ്റ 2 നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഡെൽറ്റ 1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൽറ്റ 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഫോർവേഡ് പാത്ത് നോക്കുക, ആ ഫോർവേഡ് പാത്തിനെ ടച്ച് ചെയ്യാത്ത ഏതെങ്കിലും ലൂപ്പ് ഉണ്ട് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 1 മൈനസ് ആ ലൂപ്പ് ചെയ്യാം. അപ്പോൾ ഈ കേസിലാണെങ്കിൽ ഫസ്റ്റ് ഫോർവേഡ് പാത്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫോർവേഡ് പാത്ത് അല്ലേ, ഈ ഫസ്റ്റ് ഫോർവേഡ് പാത്ത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫോർവേഡ് പാത്ത്. ഈ ഫോർവേഡ് പാത്തിനെ ടച്ച് ചെയ്യാത്ത ലൂപ്പുണ്ടോ, ഇവിടെ 2 ലൂപ്പാണുള്ളത്. ഈ 2 ലൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫോർവേഡ് പാത്തിനെ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് എടുക്കുക, ഇവിടെ 1 മൈനസ് 0 ആണ് വരിക. കാരണം എന്താണ്, ഇവിടെ ഫസ്റ്റ് ഫോർവേഡ് തന്നെ ടച്ച് ചെയ്യാത്ത ലൂപ്പൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 0 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് 1 മൈനസ് 0, 1 എന്ന് കിട്ടും. അടുത്ത് നമ്മൾ എന്ത് എഴുതണം, ഡെൽറ്റ 2 കൊണ്ട് എഴുതണം. ഡെൽറ്റ 2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫോർവേഡ് പാത്ത് എടുക്കുക, അതിനെ ടച്ച് ചെയ്യാത്ത ഏതെങ്കിലും ലൂപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ 1 മൈനസ് ആ ലൂപ്പിൻ്റെ ഗെയിൻ ചെയ്യുക. സോ ഇവിടെ നോക്കിയാൽ ഇതാണ് എന്ത് ചെയ്യുക, നമ്മുടെ സെക്കൻഡ് ഫോർവേഡ് പാത്ത്. ഇപ്പോൾ സെക്കൻഡ് ഫോർവേഡ് പാത്തിനെ ടച്ച് ചെയ്യാത്ത ഒരു ലൂപ്പ് ഇവിടെ ഉണ്ട്. ഈ ലൂപ്പ് എന്ത് ചെയ്യുന്നില്ല, ഈ പാത്തിനെ ടച്ച് ചെയ്യുന്നില്ല. പക്ഷേ ഈ ലൂപ്പ് ടച്ച് ചെയ്യുന്നത് കാരണം വെച്ചാൽ ഈ നോഡ് കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പാത്ത് മൂവ് ചെയ്യുന്നത്. സോ ഇവിടെ ഈ ഒരു ലൂപ്പ് മാത്രം എന്താണ്, സെക്കൻഡ് ഫോർവേഡ് പാത്തിനെ ടച്ച് ചെയ്യാത്ത ലൂപ്പാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, 1 മൈനസ് ഈ ലൂപ്പിൻ്റെ ഗെയിൻ ദാറ്റ് ഈസ് മൈനസ് G2H1 സ്വന്തമായി മാറും, 1 പ്ലസ് G2H1 ആയി മാറും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡെൽറ്റ ഡിസിക്വൽ ടു 1 മൈനസ് L1 ദാറ്റ് ഈസ് 1 മൈനസ് മൈനസ് G21 സ്വന്തം കിട്ടും നിങ്ങൾക്ക് 1 പ്ലസ് G2H1. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നമ്മൾ ഫോർവേഡ് പാത്ത് കണ്ടുപിടിച്ചു, അതിൻ്റെ ഗെയിൻ കണ്ടുപിടിച്ചു, ഉള്ള ലൂപ്സുകളെല്ലാം കണ്ടുപിടിച്ചു, അതിന് എന്ത് ചെയ്യുന്നു, ഗെയിൻ കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ടെങ്കിൽ ആ നോൺ ടച്ചിങ് ലൂപ്സ് എടുത്ത് അതിൻ്റെ ഗെയിൻ കണ്ടുപിടിക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഡെൽറ്റയും ഡെൽറ്റ കെയും എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. ഇനി നമുക്ക് മാസൺസ് ഗെയിൻ ഫോർമുല ഉപയോഗിച്ചിട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. സോ ടി ഈസ് ഈക്വൽ ടു എന്താണ്, 1 ബൈ ഡെൽറ്റ സമ്മേഷൻ ഓവർ കെ പി കെ ഡെൽറ്റ കെ ആണ്. സോ 1 ബൈ ഡെൽറ്റ ഇവിടെ സമ്മേഷൻ കെ ഈസ് ഈക്വൽ ടു 2 ആണ്. സോ എന്തായി മാറി ഇക്വേഷൻ P1 ഡെൽറ്റ 1 പ്ലസ് P2 ഡെൽറ്റ 2 ആയി മാറി. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച വാല്യൂസാണ്. P1 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, G1 G2 G3 ആയിരുന്നു. ഡെൽറ്റ 1 ഈസ് ഈക്വൽ ടു 1 ആയിരുന്നു. G4 P2 എന്ന് പറഞ്ഞാൽ G4 ആയിരുന്നു. ഡെൽറ്റ 2 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 പ്ലസ് G2H1 ആണ്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു നമ്മൾ എന്താണ് ഇവിടെ കണ്ടുപിടിച്ചത്, ഡെൽറ്റ ഈസ് ഈക്വൽ ടു എന്താണ്, 1 പ്ലസ് G2H1 G3H2. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, സിംപ്ലിഫൈ ചെയ്ത് എന്തെങ്കിലും കിട്ടി, ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടി. ഇത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാസൺസ് ഗെയിൻ ഫോർമുല ഉപയോഗിച്ച് സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ നിന്ന് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അതിലുള്ള ഫോർവേഡ് പാത്ത് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതും എന്താണ്, ഒരു ഫോർവേഡ് പാത്താണ്. ദാറ്റ് ഈസ് 1 ഇൻറ്റു G1 ഇൻറ്റു G2 G3 G4 G5 ഇൻറ്റു 1 ഒരു ഫോർവേഡ് പാത്ത്. പിന്നെ നിങ്ങൾക്ക് ഈ വഴി ഒരു ഫോർവേഡ് പാത്ത് കാണാം. ദാറ്റ് ഈസ് 1 ഇൻറ്റു G6 ഇൻറ്റു G4 ഇൻറ്റു G5. അപ്പോൾ അത്ര 2 ഫോർവേഡ് പാത്താണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇത് 2 ഫോർവേഡ് പാത്തുണ്ട്. സോ കെൻ്റെ വാല്യൂ 2 ആണ്. സോ ഇത് ഫസ്റ്റത്തെ ഫോർവേഡ് പാത്താണിത്. ഇതെന്ത് വരും, രണ്ടാമത്തെ ഫോർവേഡ് പാത്തും വരും. അപ്പോൾ നമുക്കിവിടെ 2 ഫോർവേഡ് പാത്ത് കാണാം. ഇത് ഈ നേരെ കാണുന്ന ഫോർവേഡ് പാത്ത് എന്താണ്, രണ്ടാമത്തെ ഫോർവേഡ് പാത്ത്. അപ്പോൾ ഇവിടെ നോക്കുക, 2 ഫോർവേഡ് പാത്ത് ഞാൻ വരച്ചു. ഓക്കെ, സോ അതിൻ്റെ ഗെയിൻ എന്ത് ചെയ്യുക കണ്ടുപിടിക്കുന്നു. സോ ഞാൻ P1 ഇസ് ഈക്വൽ ടു ഗെയിൻ എന്ത് വരും, 1 ഇൻറ്റു G1 ഇൻറ്റു G2 G3 G4 G5 ഇൻറ്റു 1 വരും. ദാറ്റ് ഈസ് G1 G2 G3 G4 G5 വരും. രണ്ടാമത്തെ ഫോർവേഡ് പാത്ത് കണ്ടുപിടിക്കുന്നു, അതിൻ്റെ ഗെയിൻ എന്ത് വരും, 1 ഇൻറ്റു G6 ഇൻറ്റു G4 ഇൻറ്റു G5 ഇൻറ്റു 1 ദാറ്റ് ഈസ് G6 G4 G5 ദാറ്റ് ഈസ് G4 G5 G6 ഞാൻ എഴുതി. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്, ഇതിനകത്തുള്ള ലൂപ്സ് കണ്ടുപിടിക്കണം അല്ലേ. ഇതിനകത്തുള്ള എന്ത് ചെയ്യണം, നമ്മൾ ഇൻഡിവിജ്വൽ ലൂപ്സ് കണ്ടുപിടിക്കണം, എന്നിട്ട് അതിൻ്റെ ഗെയിൻ കണ്ടുപിടിക്കണം. അതോടെ നോക്കി എത്ര ലൂപ്പാണ് ഇവിടെ വരിക നോക്കും നിങ്ങൾ. ഇവിടെ ഒരു ലൂപ്പ് വരും അല്ലേ.
മൈനസ് G2H1 എന്ന് പറഞ്ഞൊരു ലൂപ്പ് ഇവിടെ വരും. ഇവിടെ ഒരു ലൂപ്പ് വരും അല്ലേ, മൈനസ് G5 ഇൻറ്റു H3 എന്ന രണ്ടാമത്തെ ലൂപ്പ് വരും. വേറൊരു ലൂപ്പ് എവിടെയുള്ളത്, ഇവിടെ ഒരു ലൂപ്പ് വരും G2 G3 മൈനസ് H2, G2 G3 മൈനസ് H2. അങ്ങനെ 3 ലൂപ്പാണ് വരിക അല്ലേ, 3 ലൂപ്പാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ 3 ലൂപ്പ് നമ്മൾ എഴുതാൻ അതിൻ്റെ ഗെയിൻ കണ്ടുപിടിക്കുക. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ലൂപ്പ് ഞാൻ എന്ത് ചെയ്തു, G2 മൈനസ് H1, സോ ലൂപ്പ് 1 എൻ്റെ ഗെയിന് മൈനസ് G2H1. രണ്ടാമത്തെ ലൂപ്പ് വരച്ചു, എൻ്റെ ലൂപ്പിൻ്റെ ഗെയിന് മൈനസ് G5H3 ദാറ്റ് ഈസ് L2. മൂന്നാമത്തെ ലൂപ്പ് വരച്ചു, എൻ്റെ ഗെയിൻ അല്ലേ L3 ഈക്വൽ ടു എന്ത് വരും, മൈനസ് G2 G3 H2. അങ്ങനെ 3 എന്ത് വരും, ഇൻഡിവിജ്വൽ ലൂപ്സ് വരും. അടുത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ടോ എന്ന് നോക്കണം. ഇതിനകത്ത് നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ടോ, ഉണ്ട്. നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഇത് 2 നോൺ ടച്ചിങ് ലൂപ്സിൻ്റെ കോമ്പിനേഷൻ വരും. അതായത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 ലൂപ്പിനുണ്ട്. ഇതിപ്പോൾ നമ്മളിവിടെ 3 ലൂപ്പാണ് ഉള്ളത് അല്ലേ, 1 2 3 അല്ലേ, 1 2 3. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ 2 ലൂപ്പ് എന്താണ്, ടച്ചിങ് ആണ്. പക്ഷേ ഈ 2 ലൂപ്പ് എന്താണ്, നോൺ ടച്ചിങ് ആണ്. അപ്പോൾ ഈ 2 ലൂപ്പ് വരയ്ക്കുക, അതിൻ്റെ ഗെയിൻ കണ്ടുപിടിച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ നോക്കുക, ഇവിടെ ഒരൊറ്റ കോമ്പിനേഷനേ ഉള്ളൂ, ഗെയിൻ പ്രോഡക്ട്സ് ഓഫ് ഫസ്റ്റ് കോമ്പിനേഷൻ നോക്കുക. ഫസ്റ്റ് കോമ്പിനേഷൻ നോക്കുക, ഏതാണ് ഫസ്റ്റ് കോമ്പിനേഷൻ നോക്കിയാൽ ഞാൻ ഫസ്റ്റത്തെ ഇതാണ് ഞാൻ പറഞ്ഞത് അല്ലേ, ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞത് മൈനസ് ഒരു കോമ്പിനേഷൻ നോക്കൂ, 2 കോമ്പിനേഷൻ, ഒന്നിപ്പോൾ G2H1 G5H3 തമ്മിൽ, G2H1 G2H1 യെസ്, ഈ 2 ലൂപ്പ് എന്താണ്, നോൺ ടച്ചിങ് ആണ്, ശരിയല്ലേ. ഈ ലൂപ്പും നോൺ ടച്ചിങ് ആണ്. അതേപോലെ തന്നെ ഈ ലൂപ്പും എന്താണ്, നോൺ ടച്ചിങ് ആണ്. അപ്പോൾ 2 കോമ്പിനേഷൻ വരുന്നു. ഇവിടെ പറയാം മൈനസ് G2H1 G5 മൈനസ് G5H3 നോൺ ടച്ചിങ് ആണ്. അതേപോലെ തന്നെ G2 G3 മൈനസ് H2 G5 മൈനസ് H3 എന്താണ്, നോൺ ടച്ചിങ് ആണ്. അപ്പോൾ 2 കോമ്പിനേഷൻ വരും. ആ 2 കോമ്പിനേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ടാവും, അത് നോക്കാം. ഫസ്റ്റ് കോമ്പിനേഷൻ വരുന്നത് G2 മൈനസ് H1 G5 മൈനസ് H3. ഈ 2 ലൂപ്പ് നമ്മൾ ഓൾറെഡി മുകളിൽ എന്താണ് ലൂപ്പ് മാർക്ക് ചെയ്ത് തന്നെ മാർക്ക് ചെയ്യണം. ഇത് L1 L2 അത് തൊട്ട് മുമ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇത് നമ്മൾ L1 ഗ്രൂപ്പും L2 അല്ലേ, രണ്ടും എന്താണ്, നോൺ ടച്ചിങ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 2ൻ്റെ ഗെയിൻ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ, ദാറ്റ് ഈസ് മൈനസ് G2H1 ഇൻറ്റു മൈനസ് G5H3. എന്ത് കിട്ടും നിങ്ങൾക്ക്, G2 G5H1 H3 വരും. ഇനി ഇതേപോലെ രണ്ടാമത്തെ കോമ്പിനേഷൻ എഴുതുക, രണ്ടാമത്തെ 2 ലൂപ്പ് എഴുതുക. അത് ഓൾറെഡി നിങ്ങൾ ആദ്യം എന്താണ് ലൂപ്പിന് പേര് കൊടുത്താൽ തന്നെ കൊടുക്കണേ, ദാറ്റ് ഈസ് നേരത്തെ നമ്മൾ കൊടുത്ത L3 ആയിരുന്നു, ഇതെന്തായിരുന്നു L2 ആയിരുന്നു. സോ നിങ്ങൾ എന്ത് ചെയ്യുക, G2 G3 മൈനസ് H2 ഇൻറ്റു മൈനസ് H3 ഇൻറ്റു G5 വരും, ദാറ്റ് ഈസ് G2 G3 G5 H2 H3 എന്ന് വരും. നെക്സ്റ്റ് നിങ്ങൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, നെക്സ്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കണം പറഞ്ഞു, ഫോർവേഡ് കണ്ടുപിടിച്ചു, ഇൻഡിവിജ്വൽ ലൂപ്സിൻ്റെ ഗെയിൻ കണ്ടുപിടിച്ചു, നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ട് അതിൻ്റെ ഗെയിനും നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡെൽറ്റയും ഡെൽറ്റ കെയും എന്താണ് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഡെൽറ്റ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം എന്തായിരുന്നു ഇക്വേഷൻ, 1 മൈനസ് സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ പ്ലസ് സം ഓഫ് ഗെയിൻ പ്രൊഡക്ട്സ് ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്സ്. ഇത്രയാണ് ഇവിടെ ചെയ്യേണ്ടതുള്ളൂ. 3 നോൺ ടച്ചിങ് ലൂപ്സ് ഇല്ല, 2 വരെ ഉള്ളൂ. സോ 1 മൈനസ് ഇൻഡിവിജ്വൽ ലൂപ്പ് 3 ലൂപ്പായുള്ളത് അതിൻ്റെ സം എടുത്തു. നോൺ ടച്ചിങ് ലൂപ്സിൻ്റെ ഗെയിൻ കണ്ടുപിടിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, നമ്മൾ L1ഉം L2 ഉണ്ടെങ്കിൽ അല്ലേ, 2 ലൂപ്പ് ആണെങ്കിൽ L1 and L2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് 2 നോൺ ടച്ചിങ് ആകുമ്പോൾ 2 ലൂപ്പ് L3 L2 ആണ് കൊടുത്തത്. സോ L2 L3 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. ആ വാല്യൂസ് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ലൂപ്പിൻ്റെ വാല്യൂ അല്ലേ, L1 L2 L3 ഏതാണ്, ലൂപ്പിൻ്റെ വാല്യൂസ് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതെന്ത് ചെയ്യുക, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഡെൽറ്റ കിട്ടും. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് ഡെൽറ്റ 1 കണ്ടുപിടിക്കണം, ഡെൽറ്റ 2ഉം കണ്ടുപിടിക്കണം. കാരണം വെച്ചാൽ ഇവിടെ 2 ഫോർവേഡ് പാത്താണുള്ളത്. സോ ഡെൽറ്റ 1ഉം ഡെൽറ്റ 2 നോക്കേണ്ടത്, ഫസ്റ്റ് ഫോർവേഡ് പാത്തിനെ ടച്ച് ചെയ്യാത്ത ഏതെങ്കിലും ലൂപ്പ് ഉണ്ടോ എന്ന് നോക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ എടുക്കുക, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഫോർവേഡ് പാത്ത്, ഇതായിരുന്നു, അതിനെ ടച്ച് ചെയ്യാത്ത ഒരു ലൂപ്പില്ല. കാരണം ഈ 3 ലൂപ്പും ഇതിൽ 3 ലൂപ്പ് എന്താണ് ഫസ്റ്റ് ഫോർവേഡ് പാത്തിനെ ടച്ച് ചെയ്യുന്നുണ്ട്. ഈ രണ്ടാമത്തെ ലൂപ്പ് നോക്കുക, ഇതായിരുന്നു എന്ത് നമ്മളുടെ രണ്ടാമത്തെ ലൂപ്പ് അല്ലേ, രണ്ടാമത്തെ ലൂപ്പിൽ അതായത് സാർ ഓഫ് എസ് എന്നത് 1ലേക്ക് വന്നു, G6 വന്നു, G4 G5 ആണ്. സോ ഇതിനകത്ത് നമുക്കറിയാം ഈ ഫോർവേഡ് പാത്തിനെ ടച്ച് ചെയ്യാത്ത ഒരു ലൂപ്പുണ്ട്, ഈ ലൂപ്പ് മൈനസ് G2H1. ഇത് ടച്ച് ചെയ്യുന്നുണ്ട്, കാരണം വെച്ചാൽ ഈ നോഡിനോട് ടച്ച് ചെയ്യുന്നത്, അതായത് G2 G3 മൈനസ് H1 ലൂപ്പും G4 മൈനസ് H3 ഈ 2 ലൂപ്പ് എന്താണ് ഈ നോഡിനെ ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് മാത്രം എന്ത് ചെയ്യുന്നില്ല, മൈനസ് G2 H1 ലൂപ്പ് ടച്ച് ചെയ്യുന്നില്ല. സോ ഡെൽറ്റ 2 നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, 1 മൈനസ് ആ ഗെയിൻ എടുക്കണം. അതായത് ഡെൽറ്റ 1 ഈസ് ഈക്വൽ ടു
1 മൈനസ് 0 ആണ് വരിക. ഡെൽറ്റ 2 എന്ന് പറഞ്ഞാൽ 1 മൈനസ് എന്ത് വരും L1, ദാറ്റ് ഈസ് 1 മൈനസ് G2 H1, സോ 1 പ്ലസ് G2 H1 എന്ന് കിട്ടും. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കുക. T ഈസ് ഈക്വൽ ടു 1 ബൈ ഡെൽറ്റ സമ്മേഷൻ ഓവർ കെ പി കെ ഡെൽറ്റ കെ. ഇവിടെ കെ ഈസ് ഈക്വൽ ടു അതിനെ കൊണ്ട് എന്തായി മാറും 1 ബൈ ഡെൽറ്റ P1 ഡെൽറ്റ 1 പ്ലസ് P2 ഡെൽറ്റ 2. നമ്മളെല്ലാ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. P1ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, ഡെൽറ്റ 1 അറിയാം, P2 അറിയാം, ഡെൽറ്റ 2 അറിയാം, ഡെൽറ്റ കണ്ടുപിടിച്ചു. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. നമുക്ക് ഒരു പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യാം. ഇതാണ് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, ഫോർവേഡ് പാത്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഏതാണ് നമ്മുടെ ഫോർവേഡ് പാത്ത്? ഇവിടെ ഇതൊരു ഫോർവേഡ് പാത്താണല്ലേ. G1 G2 G3 G4. പിന്നെ ഫോർവേഡ് പാത്ത് ഉണ്ടോ? ഉണ്ട്. ഇവിടെ നോക്കുക, G1 വന്നു, G2 വന്നു, നേരെ എന്താണ് G6 വഴി എന്ത് ചെയ്യും, നമുക്ക് വേറൊരു ഫോർവേഡ് പാത്ത്. അങ്ങനെ 2 ഫോർവേഡ് പാത്താണ് നമുക്ക് ഉള്ളത്. സോ ഫസ്റ്റ് ഫോർവേഡ് പാത്തിൻ്റെ ഗെയിൻ P1 = G1 G2 G3 G4ഉം രണ്ടാമത്തെ ഫോർവേഡ് പാത്തിൻ്റെ ഗെയിൻ നമുക്ക് കിട്ടും G1 G2 G6ഉം വരും. ഇനി ഇവിടുത്തെ ലൂപ്പുകൾ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, ലൂപ്പുകൾ കണ്ടുപിടിക്കുക. ഇവിടെ നോക്കുക, ഇവിടെ ഏതൊക്കെ ലൂപ്പ് വരുന്നത് നോക്കാം. ഇവിടെ ഒരു ലൂപ്പ് ആണല്ലേ, G2 G3 -H1 ഒരു ലൂപ്പ്. ഇവിടെ എന്താണ്, ഒരു ലൂപ്പാണ്, മനസ്സിലായോ? G5 മാത്രം എന്താണ്, ഒരു ലൂപ്പാണ്. പിന്നെ വരുന്ന ലൂപ്പ് ഏതായിരിക്കും, G2 -H2 എന്താണ്, ഒരു ലൂപ്പാണ്. പിന്നെ വരുന്ന ലൂപ്പ് ഏതാണ്, G2 G3 G4. ഇവിടെ നേരെ താഴെ ഉണ്ടോ -H3 വഴി എന്താണ്, ഒരു ലൂപ്പാണ്. ഇനി ലൂപ്പുണ്ടോ? ഇനി ഒരു ലൂപ്പും കൂടെ ഉണ്ടാവും, ദാറ്റ് ഈസ് G2 G6 വഴി വരുന്നു, നേരെ -H3 വരുന്നു, ഇങ്ങോട്ട് വരും. അപ്പോൾ ടോട്ടലി നമുക്ക് 5 ലൂപ്പ് വരും അല്ലേ. 5 ലൂപ്പ് കാണാൻ പറ്റും നിങ്ങൾക്ക്. 5 ലൂപ്പാണ് ഈ കേസിൽ നമുക്ക് വരുന്നത്. നോക്കാം, ഫസ്റ്റത്തെ ലൂപ്പ് ഇതാണ് ലൂപ്പ് എടുത്ത്. സോ L1 = -G2 H2, L2 = നിങ്ങൾക്ക് എന്ത് കിട്ടും, -G2 G3 H1 വരും. മൂന്നാമത്തെ ലൂപ്പ് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഞാൻ L3 എടുത്തു, -G2 G3 G4 H3. നാലാമത്തെ ലൂപ്പ് നിങ്ങൾക്ക് കിട്ടും വെറും G5. ഇതിനകത്ത് വേറെ മൾട്ടിപ്ലൈ ഒന്നുമില്ല, ജസ്റ്റ് ഒരു സിംഗിൾ ലൂപ്പാണ്. ഓക്കെ, അപ്പോൾ അടുത്ത് എന്ത് വരും, L5 = -G2 G6 H3. അപ്പോൾ വരുന്ന പോസിബിൾ ആയിട്ടുള്ള 5 ലൂപ്സ് ആണല്ലോ. അപ്പോൾ 5 ലൂപ്പ് നമ്മൾ കണ്ടുപിടിക്കുക, അതിൻ്റെ ഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു. അടുത്തത് നോൺ ടച്ചിങ് ലൂപ്സിൻ്റെ കോമ്പിനേഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് നോൺ ടച്ചിങ് ലൂപ്സ് എന്ന് നോക്കാം. ഇവിടെ 2 കോമ്പിനേഷനാണ് നോൺ ടച്ചിങ് ലൂപ്സ് ആണ് വരിക. ദാറ്റ് ഈസ് ഈ G2 H2 അല്ലേ, ദാറ്റ് ഈസ് -G2 H2 എന്ന ഈ ലൂപ്പും എന്താണ്, നോൺ ടച്ചിങ് ആണ്. അതേപോലെ തന്നെ G2 G6 -H3 ഈ ലൂപ്പും G5 എന്താണ്, നോൺ ടച്ചിങ് ആണ്. ആ 2 കോമ്പിനേഷൻസ് മാത്രമേ നമുക്ക് എന്തായിട്ട് വരുന്നുള്ളൂ, നോൺ ടച്ചിങ് ആയിട്ട് വരുന്നത്. അതായത് ഒന്നുകൂടെ പറയാം, -G2 വെച്ചിട്ടുള്ള ലൂപ്പും G5ഉം അതേപോലെ തന്നെ G2 G6 -H3 എന്നുള്ള ലൂപ്പും G5ഉം തമ്മിൽ എന്തായിരിക്കും, നോൺ ടച്ചിങ് ആയിരിക്കും. സോ ഫസ്റ്റ് കോമ്പിനേഷൻസ് ഇതാണ്, -G2 H2ഉം G5ഉം. സോ L1ഉം L4 ആണ് നമ്മൾ ഓൾറെഡി എടുത്ത ലൂപ്പ്. സോ L1 L4 = -G2 G5 H2 വരും. അടുത്തൊരു കോമ്പിനേഷൻസ് നോക്കാം, G2 G6 -H3 G5ഉം. സോ ഇത് L5 എന്നാണ് ലൂപ്പായിരുന്നു, L4 ആണ്. സോ L4 L5 = -G2 G6 H3 അല്ലേ, ഇൻറ്റു എന്ത് വരും, G5 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ നോൺ ടച്ചിങ് ലൂപ്സും കണ്ടുപിടിച്ചു. നമുക്ക് എന്താ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്, ഡെൽറ്റ കണ്ടുപിടിക്കണം. സോ ഡെൽറ്റ = 1 - 5 ലൂപ്പാണുള്ളത് അല്ലേ, ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ 5 ലൂപ്പാണെങ്കിൽ ആ ലൂപ്പിൻ്റെ ഗെയിൻ കണ്ടുപിടിച്ച് സം ചെയ്തു, പ്ലസ് ഗെയിൻ പ്രൊഡക്റ്റ് ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്സ് അല്ലേ, സം ഓഫ് ഗെയിൻ പ്രൊഡക്ട്സ് ഓഫ് 2 നോൺ ടച്ചിങ്. ഇവിടെ 2 നോൺ ടച്ചിങ് ലൂപ്പുകൾ, ദാറ്റ് ഈസ് L1 L4 ഏതായിരുന്നു, L4 L5 ഉള്ളായിരുന്നു. സോ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ എല്ലാം വാല്യൂസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഡെൽറ്റ കിട്ടും. ഇനി നമുക്ക് ഡെൽറ്റ കെ കണ്ടുപിടിക്കണം. സോ ഡെൽറ്റ കെ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഫോർവേഡ് പാത്തുള്ളൂ. സോ K = 2 ആണ് അല്ലേ. ഇനി ഫസ്റ്റ് ഫോർവേഡ് പാത്ത് നോക്കുക, അതിനെ ടച്ച് ചെയ്യാത്ത ഏതെങ്കിലും ലൂപ്പ് ഉണ്ടോ നോക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ഫോർവേഡ് പാത്ത് ഏതായിരുന്നു, ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ ഫോർവേഡ് പാത്ത്. അതിനെ ടച്ച് ചെയ്യാത്ത ലൂപ്പൊന്നുമില്ല. സോ 1 - എന്ത് വരും, 0 വരും. ഇനി രണ്ടാമത്തെ ഫോർവേഡ് പാത്ത് ഏതായിരുന്നു, G1 G2 G6 ആയിരുന്നു. അപ്പോൾ ഇതിനെ ടച്ച് ചെയ്യാത്ത ഏത് ലൂപ്പാണുള്ളത്, ഒരു ലൂപ്പ് മാത്രമുണ്ട്, G5 മാത്രം. സോ എന്ത് നിങ്ങൾ എടുക്കണം, 1 - എന്തെടുക്കണം, G5 എടുക്കണം. അപ്പോൾ നമുക്ക് 2 ഡെൽറ്റ 1 ഡെൽറ്റ 2 ഡെൽറ്റ 1 = നിങ്ങൾക്ക് എന്ത് കിട്ടും, 1 - 0 എന്ന് കിട്ടും. രണ്ടാമത്തത് ഡെൽറ്റ 2 = 1 - L4, ദാറ്റ് ഈസ് 1 - G5 എന്നും വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. T = 1 ബൈ ഡെൽറ്റ സമ്മേഷൻ ഓവർ കെ പി കെ ഡെൽറ്റ കെ. K = 2 ആണ്. സോ 1 ബൈ ഡെൽറ്റ P1 ഡെൽറ്റ 1 പ്ലസ് എന്ത് വരും, P2 ഡെൽറ്റ 2 വരും. എല്ലാത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. P1 അറിയാം,
ഡെൽറ്റ 1 അറിയാം, P2 അറിയാം, ഡെൽറ്റ 2 അറിയാം. സോ നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഓക്കെ, സോ ഇത്തരത്തിലാണ് എന്ത് ചെയ്യുക, നമ്മൾ ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ നിന്ന് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. ഓക്കെ.